നമ്മുടെ മൊബൈലിൽ നമ്മൾ ഒരുപാട് ഫോട്ടോസുകൾ, വീഡിയോസുകൾ ഒക്കെ സൂക്ഷിക്കാറുണ്ട്. ഒരുപാട് ആയിരക്കണക്കിന് ഫോട്ടോസുകൾ നമ്മൾ മൊബൈലിൽ നിന്നും ക്യാമറ ഉപയോഗിച്ച് എടുക്കാറുണ്ട്. അത് നമ്മുടെ മൊബൈലിലും അതുപോലെ തന്നെ നമ്മുടെ SD കാർഡിലുമൊക്കെ നമ്മൾ സൂക്ഷിക്കാറുമുണ്ട്. അതിൽ ഒരുപാട് നമ്മുടെ കുട്ടികളുടെ ഫോട്ടോ ഉണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോസ് ഉണ്ടാകും, അതുപോലെ തന്നെ നമ്മൾ സീക്രട്ടായിട്ട് സൂക്ഷിക്കുന്ന ഫോട്ടോസുകളുണ്ടാവും. അങ്ങനെ ഒരുപാട് ഫോട്ടോസുകൾ നമ്മുടെ ഗാലറിയിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിൽ നിന്നും നമുക്ക് നമ്മുടെ കുട്ടികളുടെ മാത്രം നമുക്ക് എടുത്ത് കാണണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഫോട്ടോസിൻ്റെ ഇടയിൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നും. എന്നാൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫോട്ടോസുകൾ, ആ ഫോട്ടോസുകളിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസുകൾ, അത് എത്ര ഫോട്ടോസ് വേണമെങ്കിലും നമുക്ക് PDF ആയിട്ട് സൂക്ഷിക്കാനും അതുപോലെ തന്നെ ലോക്കിട്ട് സൂക്ഷിക്കാനും അതുപോലെ തന്നെ PDF ഫയലായിട്ട് നമുക്ക് നമ്മുടെ കൂട്ടുകാരിലേക്കും സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു അടിപൊളി ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തുടർന്ന് കാണുക. അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഇതിനായിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ താഴെ നിങ്ങൾക്ക് പ്ലസ് ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും. ആ പ്ലസ് ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 2 ഓപ്ഷൻ വന്ന് കിടക്കുന്നതായി കാണാൻ സാധിക്കും. ഇവിടെ ഗാലറി അതുപോലെ തന്നെ ക്യാമറ എന്ന 2 ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഇതിൽ ഗാലറി നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഗാലറി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗാലറിയിൽ സൂക്ഷിച്ചിട്ടുള്ള എല്ലാ ഫോട്ടോസുകളും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്നും ആവശ്യമുള്ള ഫോട്ടോ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഒരു 4 ഫോട്ടോ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. തുടർന്ന് മുകളിൽ കാണുന്ന ഡൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത 4 ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഏറ്റവും മുകളിൽ വലതുവശത്ത് കാണുന്ന 4 ഐക്കണിൽ 3ാമത്തെ ഐക്കണാകുന്ന PDF ഐക്കണിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സെലക്ട് ചെയ്ത ഫോട്ടോ, അത് ഫാമിലി ഫോട്ടോ ആണെങ്കിൽ ഫാമിലി നെയിം കൊടുക്കുക, കുട്ടികളുടെ ഫോട്ടോ ആണെങ്കിൽ കുട്ടികളുടെ പേര് കൊടുക്കുക. ഏത് കാറ്റഗറിയാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ആ കാറ്റഗറി നെയിം ഇവിടെ കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഫോട്ടോ മാത്രമാണ് സെലക്ട് ചെയ്തത്. അതിനായിട്ട് എൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെ നിങ്ങൾക്ക് പാസ്വേഡ് പ്രൊട്ടക്ഷൻ എന്ന ഭാഗം കാണാം. അവിടെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നിങ്ങളൊരു പാസ്വേഡ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 2 3 4 എന്നാണ് ഇവിടെ സെലക്ട് ചെയ്തത്. അതിനുശേഷം താഴെ നിങ്ങൾക്കിവിടെ ഇമേജ് കംപ്രഷൻ എന്ന ഒരു ഓപ്ഷനുണ്ട്. നിങ്ങൾ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് സൈസ് കൂടുതലുണ്ടാവും. നിങ്ങൾക്കത് ഫോട്ടോ സൈസ് കുറച്ചിട്ട് ലോ ക്വാളിറ്റിയോ ഹൈ ക്വാളിറ്റിയോ മീഡിയം ക്വാളിറ്റിയോ ഒക്കെ ആക്കി കംപ്രസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ അത് സൈസ് കുറച്ചിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. തുടർന്ന് താഴെ കാണുന്ന OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫൈസൽ PDF എന്ന് ഒരു PDF ആയിട്ട് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ PDF ഫയലായിട്ട് ഇവിടെ സേവ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു PDF ഫയൽ ഓപ്പൺ ചെയ്യുന്ന ആപ്ലിക്കേഷനിലൂടെ നിങ്ങളുടെ മൊബൈലിൽ തന്നെ PDF ഫയൽ ഓപ്പൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ ഓഫീസ് എന്ന ഒരു ആപ്ലിക്കേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആകുന്നില്ല. ഞാൻ ഒരു പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ലോക്ക് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ കൃത്യമായിട്ട് നേരത്തെ എൻ്റർ ചെയ്ത പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം OK കൊടുക്കുകയാണ്. OK കൊടുത്ത ഉടനെ തന്നെ ഇവിടെ എൻ്റെ ഫോട്ടോസുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്കൊന്ന് ബാക്ക് വരാം. അതിനുശേഷം ഇവിടെ ഷെയർ എന്നൊരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വാട്സപ്പിലും IMOയിലും അതുപോലെ തന്നെ മെയിലിലും ഒക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഗാലറി ഓപ്പൺ ചെയ്ത് ഗാലറിയിലും സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഡ്രൈവിലേക്ക് നമുക്ക് സേവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു കൂട്ടുകാരിലേക്ക് വാട്സപ്പിലൊന്ന് സെൻഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരന് വാട്സപ്പിൽ സെൻഡ് ചെയ്യാണ്. ഇപ്പോൾ ഒരു PDF ഫയലായിട്ടാണ് ഇത് സെൻഡ് ആകുന്നത്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ സുഹൃത്തിന് ഇങ്ങനെ ഒരു ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആകുകയില്ല. ഇപ്പോൾ ഒരു ഇതുപോലെ തന്നെ PDF ഫയൽ ഓപ്പൺ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനിലൂടെയാണ് ഓപ്പൺ ആകുക. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവിടെയും പാസ്വേഡ് ചോദിക്കും. നമ്മൾ ലോക്കിട്ട ആ പാസ്വേഡ് അവർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. മറ്റൊരു അവസരത്തിൽ മറ്റൊരു പുതിയൊരു അറിവുമായി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.